എഗ്ഗ് ബിരിയാണി, മുട്ട ബിരിയാണി, ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യാൻ 4 സവാള, ഒരു തക്കാളി, 2-3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇതെല്ലാം നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയിലിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം മസാല ഉണ്ടാക്കാം. അതിന് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള വെന്ത് വന്ന് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരച്ചു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല എന്നിവ ആഡ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. പിന്നെ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കാം. ഇനി ചോറുണ്ടാക്കാം. അതിനായി 2 കപ്പ് അരിയാണ് എടുത്തത്, ബിരിയാണി റൈസ്. അത് നന്നായി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുട്ട ബിരിയാണിക്ക് വേണ്ട മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സ്പൈസസും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയുണ്ട്. സ്പൈസസ് ഇനി ചോറുണ്ടാക്കാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് സവാളയും പിന്നെ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വെന്ത് വന്നാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബിരിയാണി റൈസ് വേണ്ട വെള്ളം. അതിലേക്ക് ഒരു സ്പൂണ് ഡാൽഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡാൽഡ അരിയാൻ വേണ്ടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി ഇനി അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്ന് അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും കൂടി സവാളയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതും ഫ്രൈ ചെയ്താൽ അതൊന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡിയായിട്ടുണ്ട്. ഉടച്ചു കൊടുക്കാം റൈസൊക്കെ. ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ദം ചെയ്യാൻ ആദ്യം മസാല ആഡ് കൊടുക്കാം. അടിയിൽ അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി പരത്തി കൊടുക്കാം. 2 ലെയറായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത സവാള, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല ആഡ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും രണ്ടാമത്തെ ലെയർ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും സവാള ഫ്രൈയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് മുകളിൽ മുട്ടയും വെച്ച് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി വേവിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി റെഡിയായി. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.